രാവിലെ 9 മണിക്ക് കഴിഞ്ഞ് 10 മണിക്ക് ഇടയ്ക്ക് ഇവർ കുട്ടികൾ കളിക്കുകയായിരുന്നു. സ്കൂൾ ടൈമിന് മുമ്പുള്ള സമയത്ത് അവർ കളിക്കുകയായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഇവര് ചെരുപ്പ് പൊക്കത്തിൽ എറിയുകയും ഈ കൈവയറിൽ അത്രത്തോളം താഴ്ന്നു കിടക്കുകയാണ്. അതിൽ കുരുങ്ങുകയും ഈ ചെരുപ്പ് എടുക്കാനുള്ള ഈ മോന്റെ ശ്രമമാണ് ഈ മരണത്തിൽ കലാശിച്ചിട്ടുള്ളത്. അവിടെ നടന്നിട്ടുള്ളത് ഗുരുതരമായ ഒരു അനാസ്ഥയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിനകത്ത് പ്രതിയാണ്, സ്കൂൾ മാനേജ്മെന്റും പ്രതിയാണ്. സത്യത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. യഥാർത്ഥത്തില് ഞങ്ങൾ ഈ സ്കൂൾ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ കഴിഞ്ഞ പ്രിൻസിപ്പളിന്റെ കാലത്ത് ഞങ്ങൾ ഇത് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഇത് ഉയർത്തിക്കെട്ടാൻ. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ പ്രിൻസിപ്പളിന്റെ സമയത്ത് ഉയർത്തിക്കെട്ടാൻ പറഞ്ഞിരുന്നതാണ്. ഇതുവരെ കെട്ടിയില്ലെന്നാണ്. സത്യത്തിൽ ഇത് ഈ അധ്യയന വർഷ ആരംഭത്തിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കൂടി ഇവർ ചെയ്യിക്കേണ്ടതായിരുന്നു. ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബിബിൻ എന്ന് പറയുന്ന 13 വയസ്സ് പ്രായമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മകനാണ് നഷ്ടപ്പെട്ടത്. കാലാകാലങ്ങളിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാത്തതിന്റെ ഒരു രക്തസാക്ഷിയായി ബിബിൻ മാറുകയാണ്. സത്യത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റ് ഈ അധ്യയന വർഷ ആരംഭം മുമ്പ് തന്നെ ഇത് ഉയർത്തി കെട്ടിച്ചിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞു മകന്റെ ജീവൻ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സമീപത്തായി ഇരുമ്പ് കെട്ടിടം പണിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ സ്കൂൾ മാനുവൽ ഇതിന്റെ നടത്തിപ്പിലൊക്കെ ആരും ഇതിന്റെ ഇൻസ്പെക്ഷൻ ആകട്ടെ, ഇതിന്റെ നിരീക്ഷണ സംവിധാനമാകട്ടെ ഒന്നുമില്ലാത്തതിന്റെ അവസാനത്തെ രക്തസാക്ഷിയായി ഈ ബിബിൻ മകൻ മാറുകയാണ്. എന്തായാലും ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ നമുക്കൊരു ഒരു വീടിന്റെ ഒരു പ്രതീക്ഷയായി വളർന്നു വന്ന ഒരു 13-കാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉല്ലാസ്, ഈ സ്കൂൾ മാനേജ്മെന്റ് ആരാണ്? സ്കൂൾ മാനേജ്മെന്റ് ഇവിടെ CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഈ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ആ നിർമ്മിതി, അലൂമിനിയം ഷീറ്റ് ഇട്ട സംഭവത്തിന് ആര് അനുമതി കൊടുത്തെന്നൊരു ചോദ്യം വരുന്നില്ലേ? അനുമതിയില്ല, ഇത് അവരങ്ങ് ചെയ്യല്ലേ. ഇത് എന്തനുമതി? അല്ല, ആ പാർക്കിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ട് കുറെ നാളായോ? കുറെ കാലമായി. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ്. ഉല്ലാസ, ആ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ അതിന്റെ അപകടം കാണാം. അപ്പോ അത് നാട്ടുകാരും പരാതിയായി ഉന്നയിച്ചില്ലേ? ഈ സത്യത്തിൽ ഈ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നാട്ടുകാരും പരാതി ഉന്നയിക്കാറില്ല. കാരണം ഒരു ഭേദപ്പെട്ട മാനേജ്മെന്റ് ആണ് എന്നുള്ള ഒരു ബോധം നാട്ടുകാരുടെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്കൂളിനോട്, കാരണം ഈ നാട്ടിലെ എല്ലാവരും പഠിച്ച ഒരു സ്കൂളെന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് മറ്റ് ഇതര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മാനേജ്മെന്റ് കൂടി ആയതുകൊണ്ട് യാഥാർത്ഥ്യം പറയണമല്ലോ, അതിനകത്തൊരു സങ്കുചിതമായ രാഷ്ട്രീയം നമ്മൾ പങ്കുവെക്കില്ല. പക്ഷെ എന്തുകൊണ്ടോ ഈ വിഷയത്തിൽ ഗുരുതരമായ വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്.